الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പല ആളുകളോടും കടപ്പാടുകളും ബാധ്യതകളുമായി കെട്ടപ്പെട്ട ആളുകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സുസ്ഥിരതയ്ക്ക് ഈ ബാധ്യതകളും കടപ്പാടുകളും നന്ദിയുമൊക്കെ അത്യാവശ്യമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടതും അനുസരിക്കേണ്ടതും പാലിക്കേണ്ടതുമൊക്കെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിനെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത്. രണ്ടാമത്, സ്വർഗത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുത്ത് തന്ന് ആ വഴിയിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ പ്രചോദനവും തന്ന മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ശരീരത്തെക്കാളും കച്ചവടത്തെക്കാളും മറ്റെന്തിനേക്കാളും ഇഷ്ടപ്പെടുക എന്നത് മുസ്ലിമിന് വാജിബായ കാര്യമാണ്. ഈ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളോടാണ് വലിയ കടപ്പാടും ബാധ്യതയും നന്ദിയും ഒരു മുസ്ലിമിന് നിർവഹിക്കാനുള്ളത്. അള്ളാഹുവിനുള്ള ഏറ്റവും വലിയ കടമ പറഞ്ഞ സന്ദർഭത്തിൽ മാതാപിതാക്കളോട് സുഹൃതം ചെയ്യാൻ അള്ളാഹു ഖുർആനിലൂടെ കൽപ്പിച്ചു. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, നിങ്ങൾ അവനെ അല്ലാതെ ആരാധിക്കരുതെന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, രണ്ടുപേർക്കും അല്ലെങ്കിൽ അവരിൽ ഒരാൾക്കുമോ വാർദ്ധക്യം വന്നു പിടിപെട്ട് നമ്മുടെ അടുത്തായാൽ എന്തു ചെയ്യണം? ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്നുള്ള ഒരു വെറുപ്പുള്ള വാക്ക് പോലും അവരോട് പറയരുത്. വലാ തൻഹർഹുമാ, അവരോട് കയർക്കരുത്. വഖുൽ ലഹുമാ, അവരോട് പറയുകയും ചെയ്യണം ഖൗലൻ കരീമാ, ഏറ്റവും മാന്യമായ വാക്ക്. ഒരടിമ തെറ്റ് ചെയ്തു, ക്രൂരനായ ഒരു യജമാനന്റെ അടിമയാണ്. തെറ്റ് ചെയ്ത അടിമ
യജമാനന്റെ അടുത്ത് എങ്ങനെയാണോ അവന് മാപ്പ് ലഭിക്കുവാൻ വേണ്ടി സംസാരിക്കുക, ആ സംസാരമാണ് യഥാർത്ഥത്തിൽ ഖൗലൻ കരീമ, മാന്യമായ വാക്ക് എന്ന് പറഞ്ഞാൽ. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായ സൽക്കർമ്മമാണ്. ഈ സൽക്കർമ്മങ്ങളിൽ നിന്ന് അതിൻ്റെ ഗൗരവം അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ കാര്യത്തിലുള്ള അശ്രദ്ധ കൊണ്ടോ പല പാളിച്ചകളും മക്കളാകുന്ന ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. അന്നോട് അബ്ദുള്ള قال سألت النبي صلى الله عليه وسلم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അയ്യോ അൽഅമലു അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമേത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അസ്സലാത്തു അലാ വഖ്തിഹാ, സമയത്ത് നമസ്കരിക്കുക. ളുഹറിന്റെ ഏറ്റവും അവ്വൽ വക്തിൽ നമസ്കരിക്കുക. അസറിന്റെയും മഗ്രിബിന്റെയും ഇശാഇന്റെയും സുബഹിന്റെയും അവ്വൽ വക്തിൽ നമസ്കരിക്കുക. സുമ്മ അയ്യു, പിന്നെയും ചോദിച്ചു, പിന്നെ ഏതാണ്? സുമ്മ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. ഖാല സുമ്മ അയ്യു, പിന്നെ ഏതാണ്? ഖാൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരത്തിൽ ഏർപ്പെടലാണ്. അപ്പോൾ ഒന്നാമത്തേത് വക്തിന് നമസ്കരിക്കുക, രണ്ടാമത്തേത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക, മൂന്നാമത്തേത് ജിഹാദ് ചെയ്യുക. അപ്പോൾ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ മികച്ച പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നത്. എത്രയെത്ര അവസരങ്ങളാണ് മക്കളെന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും ഇതിനു വേണ്ടി ലഭ്യമായിട്ടുള്ളത്. നമസ്കരിക്കുന്ന കുറച്ചൊക്കെ മതബോധമുള്ള ആളുകൾ പോലും മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തുന്നത് നമ്മൾ കാണാറുണ്ട്. മാതാപിതാക്കൾ എന്ന അനുഗ്രഹത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്ന ആളുകൾ. നമ്മളിലേക്ക് തിരിച്ചു വരിക. നമ്മളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എന്താണ്? അവരോട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? മാന്യമായിട്ടുള്ള വാക്കാണോ പറഞ്ഞത്? വെറുപ്പ് പ്രകടിപ്പിച്ചുവോ? അവരോട് കയർത്തുവോ? അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ അവരോട് പെരുമാറിയോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. മക്കളുടെ ദ്രോഹം കാരണം മാതാപിതാക്കളുടെ മനസ്സ് വേദനിക്കുന്നുവെങ്കിൽ, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുവെങ്കിൽ, ആ സന്താനങ്ങൾക്ക് എത്ര വലിയ നാശമായിരിക്കും ഈ ലോകത്തും പരലോകത്തും ലഭിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ച് പറഞ്ഞ ഒരു തിന്മയാണ്, ഈ ലോകത്തും പരലോകത്തും ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒരു തിന്മയാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കൽ എന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിലല്ലാഹി ഫി ജിലൽ വാലിദൈൻ വ സഖത്തുല്ലാഹി ഫി സഖത്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ വെറുപ്പ് അത് അല്ലാഹുവിന്റെ വെറുപ്പിന് കാരണമാകും, കോപത്തിന് കാരണമാകും, അതൃപ്തിക്ക് കാരണമാകും. മാതാപിതാക്കളുടെ തൃപ്തി അത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് കാരണമാകും. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടണമെന്നാരെങ്കിലും ആഗ്രഹിക്കുകയും അതിന് കഠിനാധ്വാനം ചെയ്യാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യം എന്താണ്? മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുക, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക. അവരുടെ കാര്യത്തിൽ നമ്മുടെ കാര്യത്തെക്കാൾ വലിയ കാര്യമായി കണ്ട് പ്രവർത്തിക്കുക എന്നതാണ് അല്ലാഹുവിന്റെ തൃപ്തി എളുപ്പത്തിൽ ലഭിക്കാൻ നമുക്ക് ചെയ്യേണ്ട കാര്യം. മാതാപിതാക്കളെ ദ്രോഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വ്യാപകമായിരിക്കുന്നു. 40 വയസ്സ് കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ മാതാവിൻ്റെ വില, പിതാവിൻ്റെ വില മനസ്സിലാകുക. എന്തുകൊണ്ട്? 40 വയസ്സായാൽ അവനെ ധിക്കരിക്കുന്ന, അവളെ ധിക്കരിക്കുന്ന ഒരു മകനുണ്ടായിരിക്കും. അങ്ങനെ ധിക്കരിക്കുമ്പോൾ ഞാൻ പോറ്റി വളർത്തിയ മകൻ എന്നെ ധിക്കരിക്കുന്നുവല്ലോ എന്ന വ്യസനമുണ്ടാകുമ്പോൾ, വിഷമമുണ്ടാകുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ഇങ്ങനെയാണല്ലോ പെരുമാറിയിരുന്നത് എന്ന വിഷമം മനസ്സിലേക്ക് കടന്നു വരും. ആരെങ്കിലും മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾ അവരെ ഉപദ്രവിക്കുമെന്നത് ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തെളിവുകളിലേക്കുള്ള വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ചില കാരണങ്ങൾ എന്താണ്? മാതാപിതാക്കളെ ഇങ്ങനെ ഉപദ്രവിക്കാനുള്ള കാരണങ്ങൾ. ഒന്ന്, വിശ്വാസത്തിൻ്റെ ദൗർബല്യം. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിലെ പ്രതിഫലവും അവരെ പ്രയാസപ്പെടുത്തിയാൽ ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ചും വിശ്വാസമില്ല.
അങ്ങനെ വിശ്വാസമില്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ചെറിയ കാര്യമായി തോന്നുകയും അവരെ പരിഗണിക്കാതിരിക്കുന്നത് ചെറിയ കാര്യമായി തോന്നുകയും അവർക്ക് പുണ്യം ചെയ്യുന്നതിന് വലിയ വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യാൻ കാരണം ആ പുണ്യത്തെയും അത് ചെയ്തിട്ടില്ലെങ്കിലുള്ള പാപത്തെയും കുറിച്ചുള്ള ഗൗരവമില്ലായ്മ. കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. ചെയ്യുന്ന ഒരു വാക്കുപോലും അവരോട് പറയരുതെന്നും അള്ളാഹു വിശ്വാസികളോട് കൽപ്പിച്ചു. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. കാരുണ്യത്തോടുകൂടി അടിമയുടെ ചിറക് നീ ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുകയും ചെയ്യുക. എന്തു വാചകമാണ് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. അതേപോലെ റീൽസുകളിൽ നിന്നും സിനിമകളിൽ നിന്നും സീരിയലുകളിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്നത് കുട്ടികൾ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. അവരെ ചീത്ത വിളിക്കുന്നതും അവരെ കോമാളിയാക്കുന്നതും അവരെ പ്രദർശിപ്പിക്കുന്നതും അവരോട് ബഹുമാനമില്ലായ്മയും ആദരവ് നശിപ്പിക്കുന്നതുമായ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം മക്കളിൽ നിന്ന് വരും. മൂന്നാമത്തേത്, മാതാപിതാക്കൾ ചെയ്യുന്ന സേവനങ്ങൾ ചെറുതായി തോന്നുക. നോക്കൂ, നിങ്ങൾ 25 വയസ്സുവരെ ഓരോ മൈക്രോ സെക്കൻഡും കണ്ണിലെണ്ണയൊഴിച്ച് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ് മാതാപിതാക്കൾ. അവർ നമ്മുടെ കാര്യമാണ് അവരുടെ കാര്യത്തെക്കാൾ ചിന്തിക്കുന്നത്, ആലോചിക്കുന്നത്. വർഷങ്ങളോളം തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയിട്ടും തൻ്റെ എന്തെങ്കിലും ഒരു ഇഷ്ടത്തിൻ്റെ മാതാപിതാക്കൾ എതിരു നിന്നാൽ, നിറവേറ്റാതിരുന്നാൽ അവരുടെ ത്യാഗങ്ങളെ മറന്നു കളയും. എത്ര വലിയ നന്ദികേടാണ്, എത്ര വലിയ നന്ദികേടാണ്. ഇന്നുവരെ തനിക്കായി ഒന്നും ചെയ്യാത്തതുപോലെ അവരോട് സംസാരിക്കും. നഊദു ബില്ലാഹ്, എത്ര വലിയ നന്ദികേടാണത്. മാതാപിതാക്കൾ തന്ന ഒരു നേരത്തെ ഭക്ഷണം, അവർ നൽകിയ വസ്ത്രം, നമ്മുടെ ശരീരം ജനിക്കുമ്പോൾ 2.5 കിലോഗ്രാം ഉണ്ടെങ്കിൽ ഇപ്പോൾ 48 കിലോനുണ്ടെങ്കിൽ ഈ മാംസത്തിലെ ഓരോ കോശവും ഓരോ മാംസത്തിന്റെ അളവും അവരുടെ വിയർപ്പാണ്, അവരുടെ വേദനയാണ്, അവരാധ്വാനത്തിന്റെ ഫലമാണെന്ന് ചിന്തിക്കാൻ, ആലോചിക്കാനുള്ള ബുദ്ധി മക്കൾക്ക് എവിടെ പോയി എന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം മാതാപിതാക്കൾക്ക് കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയാത്തത്. എന്നിരുന്നാലും അവരെ വിഷമിപ്പിക്കുകയും അവരെ കണ്ണീര് കുടിപ്പിക്കുകയും ചെയ്യുമ്പോൾ എത്രമാത്രം വലിയ ഉപദ്രവമാണ് ചെയ്യുന്നത്. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നത് മഹാപാപമാണ്, വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ഇനി 4ാമത്തെ കാര്യം, എന്തുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, ധിക്കരിക്കുന്നു, അവരെ വില വെക്കുന്നില്ല? അതിന് കാരണം ലിബറൽ ചിന്താഗതികളുടെ സ്വാധീനമാണ്. മാതാപിതാക്കളുടെ ലൈംഗികാസ്വാദനത്തിന്റെ ഒരു ഫലം മാത്രമാണ് ഞാൻ, അതുകൊണ്ട് അവരോടൊരു കമ്മിറ്റ്മെന്റുമില്ല എന്ന് LCD വെച്ച് ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്ന ലിബറലുകൾ വളരുന്ന കാലത്ത് മാതാപിതാക്കളോട് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല, അവരെ ബോധ്യപ്പെടുത്തണം. അങ്ങനെയല്ല ഒരു മാതാവ് ഒരു കുട്ടിയെ ആദ്യത്തെ 3 വർഷം അല്ലെങ്കിൽ ആദ്യത്തെ 2 വർഷം വളർത്തുന്നത് എത്ര കഠിനമായ വേലയാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ തിരിച്ചവരോട് യാതൊരു ബാധ്യതയും തങ്ങൾക്കില്ല എന്ന് വാദിക്കുന്നവർ പോലും വലിയ സ്വീകാര്യത ലഭിക്കുന്ന കാലഘട്ടം, അതിന് കൈയടിക്കുന്ന സദസ്സ്. മാതാപിതാക്കളോട് നമുക്കൊരു ബാധ്യതയുമില്ല, കടമയുമില്ല എന്ന് പറയുമ്പോൾ കൈയടിക്കുന്ന സദസ്സുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? എന്നാൽ ഓരോ മനുഷ്യനും തൻ്റെ മാതാപിതാക്കളുടെ എത്രയോ വർഷത്തെ അധ്വാന ഫലമാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കണം. മനുഷ്യൻ തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ
നാം വസിയ്യത്ത് നൽകിയിരിക്കുന്നു, അനുശാസനം നൽകിയിരിക്കുന്നു. ക്ഷീണത്തിൻ്റെ മേൽ ക്ഷീണവുമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്നത്. 1/2 കിലോഗ്രാം ഒരു മുഴ നമ്മുടെ വയറ്റിലുണ്ടെങ്കിൽ അതേച്ച് നടക്കാൻ നമുക്ക് സാധിക്കുമോ? അതിൻ്റെ ബുദ്ധിമുട്ട് എന്തായിരിക്കും? ഈ കുട്ടി ഉള്ളിൽ കടന്ന് ശ്വാസകോശത്തെ നെരിച്ച് ആമാശയത്തെ ചുരുക്കി കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ മണം പറ്റായികയാൽ വീണ്ടും വീണ്ടും ഛർദിച്ച് പ്രയാസപ്പെട്ട് തിരിഞ്ഞു കടക്കാൻ കഴിയാതെ, മലർന്നു കടക്കാൻ കഴിയാതെ, ഒന്ന് കുമ്പിട്ട് നിൽക്കാൻ കഴിയാതെ വഹ്നൻ അത്രയും പ്രയാസപ്പെട്ടാണ് മാതാപിതാക്കൾ വളർത്തുന്നത്. കുട്ടി കരയുമ്പോഴേക്ക് പാല് കൊടുക്കുന്നു 2 വർഷം. അതുകൊണ്ട് അനിഷ്കുർലി, അള്ളാഹു പറയുന്നു, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നന്മ ചെയ്യണം. ഇലയ്യൽ മസീർ, എൻ്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. അഥവാ അവിടെ എത്തിയാൽ അള്ളാഹുവിന് നന്ദി കാണിച്ചോ, മാതാപിതാക്കൾക്ക് നന്ദി കാണിച്ചോ എന്ന് ചോദിക്കും. ചില മക്കൾ ഇതാണ് തൻ്റെ ഉമ്മ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഉപ്പ എന്നുള്ളവരോട് ചൂണ്ടിക്കാണിക്കാൻ പോലും നാണമുള്ള മക്കളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് തന്നെ പോലെ വിദ്യാഭ്യാസമില്ലാത്തതിനാൽ, സൗന്ദര്യമില്ലാത്തതിനാൽ, വൃദ്ധരായതിനാൽ വളരെയധികം അവരെ അവഗണിക്കുന്ന അവസ്ഥ. ഒരുപക്ഷേ കാലങ്ങൾ കാത്തിരുന്ന് കിട്ടിയ കൺമണി മകൾ അവൻ +2-ലെത്തുമ്പോൾ, +1-ലെത്തുമ്പോൾ ഇവർ വാർദ്ധക്യത്തിലായിരിക്കും, മാതാപിതാക്കൾ വൃദ്ധരായിട്ടുണ്ടായിരിക്കും. അത്തരം മക്കൾ തിരിച്ചറിയുന്നില്ല. മക്കൾക്കു വേണ്ടിയാണ് അവർ ദുനിയാവിൽ അധ്വാനിച്ചതും ക്ഷീണിച്ചതും. സ്വന്തം രോഗത്തെക്കാൾ മക്കൾക്ക് രോഗം വരുമ്പോഴാണ് അവർ വേദനിച്ചിട്ടുള്ളത്. മക്കളുടെ ഉയർച്ചയിലാണ് അവർ അഭിമാനിക്കുന്നതും സന്തോഷിക്കുന്നതും. ഇത് കൃത്യമായി മനസ്സിലാക്കി പോകുന്ന ഒരാൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുകയും അവരെ അവഗണിക്കാതിരിക്കുകയും അവരാദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യും. വൃദ്ധരായ മാതാപിതാക്കളെ ലഭിച്ചിട്ട് സ്വർഗം ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് അവസ്ഥ? അവൻ നാശമടയട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, മൻ, ആരാണത്? യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? മന്നദ്റക വാലിദൈഹി അൻദൽ കിബരി, മകന്റെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ അവരുടെ കൂടെയുണ്ട്. അഹദുഹുമാ, അതിലൊരാൾ, ഔ കിലാഹുമാ, അല്ലെങ്കിൽ 2 പേരും വാർദ്ധക്യത്തിൽ അവരെ 2 പേരെയും നോക്കാൻ കിട്ടി, അല്ലെങ്കിൽ ഒരാളെ നോക്കാൻ കിട്ടി. തുമ്മ ലം യദ്ഖുലിൽ ജന്ന, പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവന് ഭാഗ്യമില്ലെങ്കിൽ അവൻ നാശമടഞ്ഞവനാണ്. മാതാപിതാക്കളുടെ തെറ്റായ പാരന്റിങ് ഭാവിയിൽ മക്കൾക്ക് തലവേദനയായി തീരാൻ കാരണമാകും. തെറ്റായ പാരന്റിങ്ങിലൂടെയും എന്നെ നോക്കേണ്ടതില്ല, ഞാൻ അവനെ നോക്കുന്നു, ഞാൻ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അവസാനം അവനെ എന്നെ തള്ളിപ്പറയും. മാതാപിതാക്കളുടെ പ്രാധാന്യം ആര് പറഞ്ഞു കൊടുക്കണം? മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയുള്ള വസ്തുതകളുള്ള ക്ലാസുകളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കണം, അവിടേക്ക് എത്തിച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ മാതാവ് പിതാവിൻ്റെ ത്യാഗത്തെക്കുറിച്ച് പറയണം, പിതാവ് മാതാവിൻ്റെ ത്യാഗത്തെക്കുറിച്ച് പറയണം. അപ്പോഴാണ് കുട്ടിക്കത് ബോധ്യപ്പെടുക. പിതാവിൻ്റെ ത്യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനത്ര വില കൽപ്പിക്കുകയില്ല. മാതാവിൻ്റെ ത്യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ വില കൽപ്പിക്കുകയില്ല. പിതാക്കൾ ബോധപൂർവം മാതാക്കൾ അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ച് പറയണം. മാതാക്കൾ ബോധപൂർവം പിതാക്കൾ അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ച് പറയണം. മാതാപിതാക്കൾക്ക് എന്തൊക്കെ നന്മ ചെയ്യാൻ പറ്റും, തെറ്റല്ലാത്ത കാര്യത്തിൽ അവരനുസരിക്കണം. യഹിയാ നബിയെ അള്ളാഹു പ്രശംസിച്ചു. എന്താ യഹിയാ നബിയുടെ പ്രത്യേകത? വബർറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യാ. അദ്ദേഹം തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനായിരുന്നു, നിഷ്ഠൂരനും അനുസരണം കെട്ടവനുമായിരുന്നില്ല. ഈസാ നബി അലൈഹിസ്സലാമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യാ.
അവൻ എന്നെ എൻ്റെ മാതാവിനോട് നല്ല നിലയിൽ പെരുമാറുന്നവനുമാക്കിയിരിക്കുന്നു. അവൻ എന്നെ നിഷ്ഠൂരനും ഭാഗ്യം കെട്ടവനുമാക്കിയിട്ടില്ല. അപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവൻ നിഷ്ഠൂരനല്ല, ഭാഗ്യം കെട്ടവനല്ല, അനുസരണക്കേടുള്ളവനല്ല. അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുക എന്നത് ഖുർആൻ എടുത്തു പറഞ്ഞ് പ്രശംസിച്ച കാര്യമാണ്. മാതാപിതാക്കൾ മുശ്രിക്കുകളാണെങ്കിൽ പോലും ശിർക്കിനെ പ്രേരിപ്പിച്ചാൽ അവനെ അനുസരിക്കരുത് എന്നല്ലാഹു ഉപദേശിച്ചു. എന്നാൽ അങ്ങനെ പ്രേരിപ്പിക്കുന്ന ആളാണെങ്കിലും ആ മാതാവിനെ പിതാവിനെ ആദരിച്ച് ബഹുമാനിച്ച് അതല്ലാത്ത കാര്യങ്ങളിൽ അനുസരിക്കണം. പിതാവ് കള്ളുകുടിയനായാലും മാതാവിനെന്തെങ്കിലും ദൂഷ്യമുണ്ടെങ്കിലും അതൊന്നും മക്കൾക്ക് അവരെ നോക്കാതിരിക്കാനുള്ള കാരണമല്ല. കൃത്യമായ പരിഗണന അവർക്ക് നൽകണം. ഭാര്യയ്ക്ക് നൽകുന്ന പരിഗണനയും അനുസരണവും പലരും മാതാപിതാക്കൾക്ക് നൽകുന്നില്ല. എന്തിനേറെ സുഹൃത്തുക്കൾക്ക് നൽകുന്ന അത്രയും പരിഗണനയും അനുസരണവും പോലും മാതാപിതാക്കൾക്ക് പലരും നൽകുന്നില്ല. ഇതപകടമാണ്. നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. തൻ്റെ സുഹൃത്തൊന്ന് പറഞ്ഞാൽ മറ്റൊരഭിപ്രായമുണ്ടാവില്ല ചിലർക്ക്. എന്നാൽ ഉമ്മ പറഞ്ഞാലോ ഉപ്പ പറഞ്ഞാലോ വേറൊരഭിപ്രായം രൂപീകരിക്കുകയും ആ കാര്യത്തിൽ നിന്നും സ്കിപ്പ് ചെയ്യുകയും ചെയ്യും. എന്നാൽ അവർക്ക് മാതാപിതാക്കളുടെ ഉപദേശം കേൾക്കുന്നത് പോലും വെറുപ്പായിരിക്കും. ഒരു മാതാവ് ഒരു കുട്ടിക്ക് പുരോഗതി ഇല്ലാതിരിക്കാൻ വേണ്ടി ഉപദേശിക്കുമോ? അധോഗതി ഉണ്ടാകാൻ വേണ്ടി ഉപദേശിക്കുമോ? ഇല്ലല്ലോ. അവർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിച്ചാൽ ഒരു നഷ്ടവും മക്കൾക്ക് വരികയില്ല. മക്കളുടെ സമ്പാദ്യത്തിൽ പോലും മാതാപിതാക്കൾക്ക് അർഹതയുണ്ടെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഒരാൾ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അന്നലി മാലം വലദൻ വഇൻ വാലിദി യജ്താഹുമാലി, എൻ്റെ മാലിൽ, എൻ്റെ ധനത്തിൽ എനിക്ക് മക്കളുണ്ട്, ധനമുണ്ട്, അതിൽ എൻ്റെ പിതാവിനെന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൻത വമാലുക ലിവാലിദിക, നിന്റെ പിതാവിൻ്റെതാണ്, നീയും നിന്റെ സമ്പത്തുമൊക്കെ. അതുകൊണ്ട് പിതാവിന് നീ അധ്വാനിച്ചതിൽ മുഴുവൻ അവകാശമുണ്ടെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് സന്തോഷം പകരണം. അവർ കരയാനിടയാകുന്ന ഒന്നും നമ്മിൽ നിന്നുണ്ടാകരുത്. അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഒരാൾ ഹിജ്റ പോകാൻ വേണ്ടി ബൈഅത്ത് ചെയ്തു. എന്നിട്ട് ഹിജ്റ പോകാൻ വേണ്ടി തയ്യാറായപ്പോൾ മാതാപിതാക്കൾ ഇരുന്ന് കരയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ റസൂലേ, ഞാൻ ഹിജ്റ പോകാൻ വേണ്ടി ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ മാതാപിതാക്കൾ കരയുകയാണ്, ഞാൻ എന്തു ചെയ്യണം? അവര് കരഞ്ഞതിനേക്കാൾ ചിരിക്കുന്ന രൂപത്തിൽ നീ അവരിലേക്ക് തിരിച്ചു ചെല്ലണം, നീ ഹിജ്റ പോകേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാതാപിതാക്കൾക്ക് വലിയ ബഹുമാനവും ആദരവും നൽകണം. പ്രത്യേകിച്ച് അന്യരുടെ മുന്നിൽ വെച്ച് അവിടെ മുന്നിലിരിക്കാനോ അവരുടെ മുന്നിൽ നടക്കാനോ സഹാബത്ത് തയ്യാറായിരുന്നില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. മാതാപിതാക്കൾക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ ജനാസ ആദരവോടുകൂടി മറമാടുകയും അവിടെ കടം വീട്ടുകയും അവിടെ വസിയത്ത് പാലിക്കുകയും നിരന്തരമായി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുകയും അവരാരെയൊക്കെ സ്നേഹിച്ചോ, അവരാരെയൊക്കെ ബഹുമാനിച്ചോ, അവരാരെയൊക്കെ ആദരിച്ചോ വാപ്പയുടെ ഉമ്മയുടെ കൂട്ടുകാരുടെ അടുത്ത് പോയി സന്ദർശിക്കുന്നത് സഹാബത്ത് പതിവാക്കിയിരുന്നു. ഇതൊക്കെയാണ് മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മാതാപിതാക്കളുടെ വിഷയത്തിൽ നാളെ പരലോകത്ത് ഹിസാബിന്റെ വേദിയിൽ ഒരു ചോദ്യം നമ്മിലേക്ക് വരുമ്പോൾ അതിന് കൃത്യമായി ഉത്തരം പറയാനുള്ള യോഗ്യത ഈ ഇഹലോക ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കണം. അല്ലാഹു തആല അങ്ങനെ യോഗ്യത നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു ടീച്ചറാണെങ്കിൽ, ഒരു എഞ്ചിനീയർ ആണെങ്കിൽ, ഒരു ഡോക്ടറാണെങ്കിൽ, ഒരു നഴ്സാണെങ്കിലും ഒക്കെ ട്രെയിനിങ് ഉണ്ട്. എന്നാൽ ഒരു മാതാവാണെങ്കിൽ, ഒരു പിതാവാണെങ്കിൽ, ഒരു ഭർത്താവാണെങ്കിൽ, ഒരു ഭാര്യയാണെങ്കിൽ, ഒരു മകളാണെങ്കിൽ അതിന് കൃത്യമായ ട്രെയിനിങ് എവിടെയുമില്ല. എന്നാൽ അതിനുള്ള ട്രെയിനിങ് നടത്താൻ വേണ്ടിയാണ് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഭാര്യയോടുള്ള കടമ എന്താണ്? ഭർത്താവിനോടുള്ള ബാധ്യത എന്താണ്? മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം? മക്കളെ വളർത്തുമ്പോൾ എങ്ങനെ വളർത്തണം? ഈ അറിവൊക്കെ ഇസ്ലാമിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നൊരാൾ സ്വീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് നല്ല നിലക്ക് ബന്ധങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. മറിച്ച് നമുക്ക് തോന്നിയതുപോലെ ഭാര്യയോടും ഭർത്താവിനോടും മാതാവിനോടും പിതാവിനോടും മകളോടും മകനോടുമൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ശരിയല്ലാത്ത വശമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ അത്തരം വശങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും അത്തരത്തിലുള്ള കണ്ടന്റുള്ള കാര്യങ്ങൾ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യണം. അങ്ങനെ മുന്നോട്ട് പോകണം. 8ാം ക്ലാസ് മുതൽ ഡിഗ്രി, PG, PhD വരെയുള്ള കുട്ടികളുടെ ഒരു മഹാസംഗമം മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ കണ്ടന്റാണ് മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന്. ബാക്കിൽ ബിഗ് സ്ക്രീനിട്ട് അതിൽ വസ്തുതകൾ വന്ന് രണ്ടുപേർ നിന്ന് വളരെ നല്ല രൂപത്തിൽ പ്രസൻറ്റേഷൻ ചെയ്യുന്ന വലിയൊരു മഹാസമ്മേളനം. നമ്മളെ ബന്ധുക്കളായ, നമ്മുടെ കുടുംബക്കാരായ, നമുക്കറിയുന്ന 8ാം ക്ലാസ് മുതൽ PhD വരെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും അവിടെ അവസരമുണ്ട്. ആ അവസരത്തെ ഉപയോഗപ്പെടുത്തണം. മാതാപിതാക്കളോടുള്ള കടമയും കർത്തവ്യവും കുട്ടികൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അത്തരം പരിപാടികളിൽ പങ്കെടുക്കണം. ഒരു പ്രത്യേക അറിയിപ്പുള്ളത് ഉദ്ഹിയ്യത്തിൻ്റെ സമയമായി. ഉദ്ഹിയ്യത്തെ അറുക്കാൻ കഴിവുണ്ടായിട്ട് അറുക്കാത്തവൻ പെരുന്നാളിൻ്റെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുക്കാൻ കഴിവുള്ള, സാമ്പത്തികമായ കഴിവുള്ളവർ ആ ഒരു വാക്കിനെ ചിന്തിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും വേണം. ഇവിടെ കമ്മിറ്റിയിൽ ഉദ്ഹിയ്യത്തിൻ്റെ ഷെയർ ശേഖരിക്കുന്നുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇന്നു തന്നെ ബന്ധപ്പെടണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഏതൊരു പുണ്യകർമ്മത്തിൻ്റെയും മുന്നിൽ നിൽക്കാനും നല്ല നിയ്യത്തോടുകൂടി ആ കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖിനെ, മാനസിക വിശാലതയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു തആല അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ. മക്കളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും ഇണകളിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നുമൊക്കെ കൺകുളിർമ ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.